ഒരുപാട് നാളുകൂട്ടി ഇന്ന് പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെ നടന്നുപോയി. പഴയ മഹാഗണികൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ചില പരിസ്ഥിതി സമരങ്ങളെക്കുറിച്ച് ഞാനറിയാതെ ചിന്തിച്ചു പോയി. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലെ മഹാഗണി മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമരം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു 1980കളിലാണ്. ആ മരങ്ങൾ മുറിച്ച് റോഡ് വീതി കൂട്ടുന്നതിനുള്ള ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് സമരം നടത്തി. അന്ന് ഒരുപാട് പിന്തുണയും ആദരവും ലഭിച്ച ഒരു സമരമായിരുന്നു. പക്ഷേ ഇന്ന് ഏതാണ്ട് 35 വർഷത്തിനിപ്പുറം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരി വരികയാണ്. 1990ലാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. അതിനും എത്രയോ മുമ്പാണ് ഈ സമരം നടന്നത്. അതായത് ഏറ്റവും മിനിമം 35 വർഷമെങ്കിലും ആയിരിക്കണം ഈ മഹാഗണിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സമരം നടന്നിട്ട്. ഈ ഒരു ചിന്ത, കൗതുകകരമായൊരു ചിന്തയാണ് എന്നെ അപ്പോൾ ഉണ്ടാക്കിയത്, എന്നിലിപ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് 35 വർഷം മുമ്പ് ഈ സമരം നടത്തിയ സുഗതകുമാരി തുടങ്ങിയിട്ടുള്ള അന്നത്തെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകർ, എല്ലാ രീതിയിലും ആദരണീയരായിട്ടുള്ള പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആൾക്കാർ, അന്ന് 35 വർഷം മുമ്പ് ഈ സമരം നടത്തിയപ്പോൾ ഇതിൻ്റെ ഒരു 3-4 അടി പിന്നിലായി ഒരു നിര മഹാഗണി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ 35 വർഷത്തിന് ശേഷം ഈ മുന്നിൽ നിൽക്കുന്ന ആ മരങ്ങളുടെ കാതലുണ്ടായില്ലെങ്കിലും അത്രയും വലുപ്പത്തിൽ ഒരു നിര മരങ്ങളുണ്ടാകുമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അതൊരു പലപ്പോഴും എല്ലാമെന്ന് പറയാൻ പറ്റില്ല, പല പരിസ്ഥിതി സമരങ്ങളും ഇത്തരത്തിലൊരു നിരർത്ഥകതയുണ്ട്. അതായത് അതിൻ്റെ പരിഹാരം കയ്യിലുള്ളപ്പോൾ തന്നെ ആ പരിഹാര മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ സമരം നടത്തുക. ഇതൊരു ചില സന്ദർഭങ്ങളിലെങ്കിലും ചിലരിലെങ്കിലും ഇതൊരു മനോരോഗമാണ്. ഈ 35 വർഷം മുമ്പ് സമരം നടത്തിയവർ മരങ്ങൾ നട്ടിരുന്നെങ്കിൽ അത് ഇന്ന് ഈ നിലയിലെത്തുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പല സമരങ്ങൾക്കും വളരെ വളരെ ലളിതമായ പരിഹാരങ്ങളുണ്ടാവും പരിസ്ഥിതി സമരങ്ങൾക്ക്. ആ പരിഹാര മാർഗങ്ങൾ കാണാതെ, ഈ പഴയൊരു കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. തലേ ദിവസം ഒരു കഥകിൻ്റെ ഓടാമ്പൽ ശബ്ദം ഉണ്ടാക്കി അവൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് അവൻ അതിനായി കരയാണ്, എനിക്ക് ഇന്നലെ അത് ഓടാമ്പലിട്ട് ശബ്ദം ഉണ്ടാക്കണമെന്ന്. ഇത്തരത്തിലുള്ള ചില ശാഠ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പല പാരിസ്ഥിതിക സമരങ്ങളും നിലനിൽക്കുന്നത്. അതിന് കൃത്യമായ റെമഡിയുണ്ട്. ആ റെമഡിയിലേക്ക് പോകാതെ അത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. മരങ്ങൾ മനുഷ്യരെ പോലെ തന്നെ മരങ്ങൾ കൽപ്പാന്തകാലത്തോളം നിലനിൽക്കണമെന്നില്ല. അപ്പോൾ ഒരു മരം പോകുമ്പോൾ അവിടെ ഒരു തൈ നടുക എന്നുള്ള, അതിനെക്കുറിച്ച് കവികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് തുനിയാതെ ഈ മരത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തി സംരക്ഷിച്ചേ തീരൂ എന്ന ശാഠ്യം, അത്തരം ശാഠ്യങ്ങൾ പലപ്പോഴും പരിസ്ഥിതിക്ക് വേണ്ടിയല്ല, അതിനപ്പുറം ഉള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ഇത് ഇന്ന് ഈ മരങ്ങളെ കണ്ടപ്പോൾ തോന്നിയ ഒരു ചിന്തയാണത്. ഇത്തരം സമരങ്ങളുടെ സ്ഥാനത്ത് അങ്ങനെ സമരം ചെയ്യാതെ റീപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്ത് സമരത്തിൻ്റെ സാധ്യതകൾ ഒഴിവാക്കി സമന്വയം ഉണ്ടാക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന വിശ്വാസമാണ് ഇപ്പോൾ എന്നെ നയിക്കുന്നത്.